രാജാധിരാജനും സർവസൈന്യാധിപനുമായ ദൈവത്തിൻ്റെ നാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും ഒരു ദിവസം കൂടി ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന് ആരുടെയും സഹായം കൂടാതെ നിങ്ങൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റത് ദൈവകൃപയാലാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും ആ ദൈവത്തോടു കൂടെ ആയിരിക്കാൻ ഇന്ന് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 36-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനങ്ങൾ. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. പിതാവായ ദൈവം വാഗ്ദാനങ്ങളിൽ വളരെ വിശ്വസ്തനുമാണ്. ലോകം നമ്മളോട് പറയുന്നത് പോലല്ല, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് സാഹചര്യം വരുമ്പോൾ മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കും. നമ്മുടെ ചുറ്റും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മ്ലേച്ഛതകളും അശുദ്ധിയും നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്നും കർത്താവ് നമ്മളെ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവവചനം ശ്രവിക്കുന്ന, ദൈവത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ദൈവമായ കർത്താവ് എടുത്തു മാറ്റി അവിടെ സമൃദ്ധി തരും. നിനക്കൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യം വരില്ല. എല്ലാം നിൻ്റെ കൈയെത്തും ദൂരത്ത് നിൻ്റെ കൈക്കുള്ളിൽ ദൈവം ഒരുക്കിത്തരും. അതിനുശേഷം വലിയൊരു വാഗ്ദാനം അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. നമുക്കറിയാം, ക്ഷാമം അല്ലെങ്കിൽ പട്ടിണി വരുമ്പോൾ ആ ഭവനത്തിൽ ഒരു നേരത്തേക്കുള്ള ഭക്ഷണം പോലും ഒരുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാകത്തില്ല എന്നറിയാം. അതുകൊണ്ടാണ് ആരെയും അറിയിക്കാതെ അവർ പട്ടിണി കിടക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകത്തില്ല. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനത്തെ സ്വീകരിക്കാം. കാരണം സ്നേഹനിധിയായ പിതാവ് നമ്മളോട് പറയുകയാണ്, നിൻ്റെ ഭവനം ഇന്നു മുതൽ സമ്പൽ സമൃദ്ധിയിൽ നിറഞ്ഞിരിക്കും. ഒരു ദിവസം പോലും നീ പട്ടിണി കിടക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. നമ്മളെ കരുതുന്ന, നമ്മളോടൊപ്പമായിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ നിങ്ങളുടെ ഭവനത്തിൽ മക്കൾക്ക്
ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ഇന്ന് ആവശ്യമുണ്ടോ അതെല്ലാം സമർത്ഥമായിട്ട് ഒരു കുറവും കൂടാതെ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ ജീവിതമായി നിങ്ങൾ മാറുന്നതിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ആമേൻ ചൊല്ലി നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് ഈ ദൈവവചനത്താൽ, ഈ വാഗ്ദാനത്താൽ എൻ്റെ ഭവനം നിറവേറിക്കഴിഞ്ഞു. ആ ദൈവവചനം എൻ്റെ ഭവനത്തിൽ സംഭവിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുക. യേശുവിൻ്റെ സമാധാനം ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ ഭവനം സമൃദ്ധിയുടെ ഭവനമായി മാറട്ടെ. ഈ ദൈവവചനം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുമ്പോഴും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.